ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജേണി. വീര ധീര സൂരൻ ഈ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ചിയാൻ വിക്കത്തിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടായിരുന്നു സാധനം വന്നിട്ടുണ്ടായിരുന്നത്. കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യാത്ത വേറെ ഒന്നുമില്ല. ഇപ്പൊ ട്യൂഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയമാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സെന്ററിലൊക്കെ. അവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നാണെങ്കിൽ ഭയങ്കര പനി. ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ട്. ബോഡി മൊത്തം പെയിൻ ആണ്. രാവിലെ ചെറിയൊരു കുറവുണ്ടായിരുന്നു. അപ്പൊ പിന്നെയും തുടങ്ങി. ജസ്റ്റ് ഒരു ഗുളിയെ കുടിച്ച് കിടന്നപ്പോൾ ചെറിയൊരു കുറവുണ്ട്. അപ്പൊ ഇന്നലെ അതിനൊന്നും പറ്റിയൊരു മൂഡിലല്ലായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അത് കാണുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ പറയുന്നു വിന്റേജ് വിക്രം ഈസ് ബാക്ക് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ കാണണമല്ലോ. പിന്നെ വിക്രത്തിന്റെ സിനിമകളാകുമ്പോൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും എന്നുള്ള പുള്ളിക്കാരന്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കര രസമാണ്. എന്തായാലും വീര ധീര സൂരൻ, വീര ധീര സൂര, അങ്ങനെയാണോ? ജസ്റ്റ് അതാണ് ഓർമ്മ വരുന്നത്. വരി അതല്ല തോന്നുന്നു. എന്തായാലും കണ്ടുനോക്കാം. റെഡി. மல்லிகை கடை அந்த கூட்டுறவுக்கிட்ட என்னதான் நடந்துச்சு? இன்னைக்கு வரைக்கும் போலீஸ் நடமாட்டமா இருக்கு. அந்த பக்கம் போகாதீங்க, முனி நடமாட்டம் சொல்ல எவன் கேக்குறான்? ஒரு 50 பேருக்கு உடம்பு ஃபுல்லா அடி, பேச்சு மூச்சு இல்லைன்னு சொல்றாங்க. முனியா? அட அதான் நானும் சொல்றேன், முனி இல்லாம பின்ன மனுஷனா? இந்த கடை தானா? அது என் மகன் சவாரி போயிட்டு வந்த உடனே கிளம்புனையா. எப்பா உருட்டு விழுந்த காய்ச்சல போடு. எதுக்கும் கன்ஃபார்ம் பண்ணிடலாம்டா. டேய் என்ன போடா. ஓ அண்ணா ചെയ്യാനാണോ? அவன் சரியாட்டா போட்டிருப்பான், எதுக்கு நிறுத்துற? ഓ വെച്ചോ പോലും വേണ്ട. கணக்குல எழுதிக்கப்பா. தெரியலண்ணே, இன்னும் திரும்பியா தான் சுத்தி வேற எவனா இருக்கானா? இல்ல வேற யாரும் இல்லைன்னு பார்த்துட்டு அவசரப்படாதடா, ஆள் போட்டோம். இது என்னன்னு தெரியுதா? நல்லா புரியுதுடா. ஆனா அவன் என்ன சொன்னான்னு தெரியுது? காதுக்கு நெத்தி போட்டுக்கும் 2 இன்ச்சு தான் கேப்பண்ணா. அப்படின்னா என்ன அர்த்தம்? உயிர் பிச்சை போடுறான். இன்னைக்கு அவன் உயிரை நான் எடுக்கிறேன். ഒരു ഫുൾ സീനാണ് കേട്ടോ. அண்ணே அவன மாதிரி தானே? இல்லைண்ணே, பயந்துட்டான் போலுக்கு. சுத்தமா மூஞ்ச காட்ட மாட்டான். ഓ டேய் சொம்ப, இப்ப தெரியுதா? ഇത് അപ്പുറത്ത് വേറെ കാണിച്ച அவனே தான்டா. டேய் போடா, வாங்கடா. മോനെ ധീര ധീര സൂര അതായിരിക്കും. എന്താ അതും പോച്ചടാ. நெத்தி போட்டுக்கோ. இல்லைண்ணா ரெட்டிச்சுதான் கேப்பேன். ടി വി പ്രകാശ് കുമാർ മ്യൂസിക്കൽ. 52 ரூபா வேற. சோப்பு கேட்டல ஊர்வசி 10 ரூபா 62 வேற. പാർട്ട് 2. ഓ അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വീര ധീര സൂര പാർട്ട് 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ആദ്യം വരുന്നത് പാർട്ട് 2 ആണോ? അതോ ഇനിയിപ്പോ ഇതിന് മുമ്പ് ഒരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റേഷനിലുള്ള ഒരു സീൻ. അപ്പൊ അത് പാർട്ട് 2 എന്ന് പറഞ്ഞ സീൻ വൈസ് ആണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും 2 പാർട്ട് ഉണ്ടാവും. സെക്കൻഡ് പാർട്ട് ആയിരിക്കും ആദ്യം തരുന്നത്. ഇതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നീടായിരിക്കും തരിക. പക്ഷെ ഇതൊരു കിടിലൻ മാസ് പടമായിരിക്കും. എന്താ പെർഫോമൻസ് അല്ലേ! ഇത് വളരെ
നാച്ചുറൽ ആയിട്ടുള്ള ചെയ്യണം. മാസ് പോലും ജസ്റ്റ് മുഖം കാണിക്കുമ്പോൾ ആ ഒരു സ്ക്രീൻ പ്രസൻസ് പ്ലസ് ഡയലോഗ് ഡെലിവറി. അത് കഴിഞ്ഞിട്ട് ആ ചേച്ചീന്റെ അടുത്ത് പറഞ്ഞത് 52 രൂപ, സോപ്പ് കേട്ടല്ലേ, എന്നിട്ട് സോപ്പ് ഇട്ട് 62 രൂപ. ഇതൊക്കെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പുള്ളിക്കാരൻ മെയിൻ ഡയലോഗാണ് സാധനം തോന്നുന്നു. എന്താണ്, കാതുക്കും നെറ്റി പൊട്ടുക്കും 2 ഇഞ്ച് ഇതാ ഗ്യാപ്പ് അല്ലേ, അത് പറഞ്ഞത്. മറ്റേ ആൾക്ക് എന്തോ ഒരു അവസരം ഇതേപോലെ ചെവിക്ക് വെടിയിട്ടിട്ടുണ്ട്. അതിന് പകരം ചോദിക്കാൻ വന്ന് മറ്റേ ചെവിയും കൂടിയും വെടിയിട്ടിയ ആള് പോയി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു അക്യുറസി, ഷാർപ്പ് ഷൂട്ട് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ രീതിയിലാണ്. കാരണം റൈറ്റ് ചെവിക്കാണ് ഉണ്ടല്ലോ, വേറെ എവിടെ ഇല്ല. ചെവിക്ക് തുമ്പത്തൊക്കെ വെടി വെച്ച് ഒളിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഷാർപ്പായിട്ടുള്ള ആളാണ്. അതുപോലെ തുടക്കത്തിൽ ആ മുളക് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, അത് വെയിറ്റ് നോക്കിയിട്ടില്ല, പൊതിഞ്ഞ് റെഡിയായി കൈ കൊടുത്തു. ആ കുട്ടി വെച്ച് നോക്കുന്ന സമയത്ത് കറക്റ്റ് 250 ഗ്രാമാണ്. അപ്പൊ അതും ഒരു അളവ്, അങ്ങനെ ഭയങ്കര കൃത്യമായിട്ടുള്ള അങ്ങനത്തെ ഒരാളായിട്ടാണ് പുള്ളിനെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും സിനിമ വേറെ ലെവലായിരിക്കും. പെർഫോമൻസ് നമ്മളെ വിക്രത്തിന്റെ ഒരു, സത്യം പറഞ്ഞാൽ ഈ പഴയ ഇപ്പൊ ധൂൾ എന്ന് പറഞ്ഞ സിനിമ, അതിലൊക്കെയുള്ള ഒരു അഴിഞ്ഞാട്ടം ഉണ്ടല്ലോ, ആക്ഷൻ സംഭവം, അങ്ങനെ ഒരു സാധനം കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഈ വിന്റേജ് വിക്രം ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞത്. ലുക്ക് വൈസ് ആണെങ്കിലും ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. പിന്നെ 2 ആളില്ലാന്ന് തോന്നുന്നു. ആദ്യം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ കെട്ടി വെച്ചിട്ട് കണ്ണ് മാത്രം കാണിച്ചിട്ടുള്ള, മുഖം മറച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയാ, ഈ തോർത്തുകൊണ്ട് കെട്ടിയിട്ടുള്ള, അത് 2 ആളല്ല. അത് മറ്റേ ഇതിന് മുമ്പ് മറ്റവന്റെ, അതായത് വില്ലന്റെ ചെവി ആദ്യം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടല്ലോ, ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്ത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കാം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഈ സിനിമ പെട്ടെന്ന് ഇറങ്ങാനാണ് കാത്തിരിക്കുന്നത്. ഇപ്പൊ 2 സിനിമ, തങ്കലാണെങ്കിലും ഇതാണെങ്കിൽ രണ്ടും 2 ടൈപ്പാണ്. തങ്കലാൻ മിക്കവാറും നാഷണൽ അവാർഡ് ലെവൽ സാധനമായിരിക്കും. ഇതെന്താണെന്ന് കണ്ടറിയുന്നേ വേണം. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ചുമയുണ്ട്, ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കണം, അതാണ് ചില സമയത്ത് സംസാരത്തിൽ ഇങ്ങനെ ആയി പോണത്. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും കാണാം. കാണുന്നവരെ Yeah.